എന്താ അവിടെ ഇരുന്നാലും കേൾക്കൂലേ? നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്. കേൾക്കാനല്ല, കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കണാണ്. എന്തിനാ കേൾക്കണത്? മാർക്കിടാനല്ല. പാട്ട് കേൾക്കാറുണ്ട് ചെവിൻ്റെ വികാരം തീർക്കാൻ, ആസ്വദിക്കാൻ. നല്ല പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്, അതും പാട്ട് പോലെ തന്നെ ഒരു രസമാണ്. നല്ല ഖുർആൻ തിലാവത്ത് കേൾക്കാറുണ്ട്, മ്യൂസിക് പോലെ ഹരാണ്. പക്ഷെ അതല്ല കേൾവി. ഇന്നനാ സമീഅനാ മുനാദിയ യുനാദി ലിൽ-ഈമാൻ അൻ ആമിനു ബിറബ്ബികും ഫആമന്ന. സ്വർഗവാസികളെ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇന്നനാ സമീഅനാ, അല്ലാഹുവേ നിശ്ചയമായി ഞങ്ങൾ കേട്ടിരിക്കുന്നു. സമീഅനാ, കേട്ടിരിക്കുന്നു. എന്താ കേൾക്കേണ്ടത്? യുനാദി ലിൽ-ഈമാൻ, കേട്ട് മാത്രം കിട്ടണ സാധനം ഈമാൻ. കണ്ടാ പിന്നെ ഈമാന്റെ ആവശ്യമില്ല, മലക്കുൽ മൗത്ത് വരുമ്പോൾ കാണും. ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള ഒരു കുട്ടിയോട് നമ്മൾ ഇന്ന് സംസാരിക്കാണ് നിൽക്കുക. നമ്മളൊക്കെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ട്, നിഷേധിക്കാൻ പറ്റൂല. നാളെ പ്രസവിക്കാൻ പോകുന്ന കുട്ടിനോട് ഇന്ന് പറയണം എനിക്ക് വാപ്പുണ്ട്. എന്താ സ്ഥിതി? അവിടുന്ന് കാണാൻ പറ്റുമോ? അവിടുന്ന് കാണാൻ പറ്റുമോ? എന്താണെന്ന് പറയത്ത്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വാപ്പാനെ കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഉണ്ടോ ഇല്ലേ വാപ്പ? പുറത്തുണ്ട്. പോട്ടെ, ഇനി ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് മനസ്സിലാവോ? ഈ നിൽക്കുന്ന ലോകം വളരെ ചെറുതാണ്, ഈയും വളരെ ചെറുതാണ്. ഇനി എനിക്കൊരു ലോകം വരാണ്ട്, അവിടെ ഈ എന്നെക്കാളും 70 ഇരട്ടി ഉണ്ടാവും. എൻ്റെ ബുദ്ധി അത് ഭയങ്കര സംഭവം. എൻ്റെ ഈ കണ്ണ് തുറക്കും, അതിലൂടെ ഈ പൂക്കൾ കാണും, ഉമ്മാനെ കാണും, വിമാനം കാണും, ഈ ട്രെയിൻ ഓടിക്കും, കപ്പലോടിക്കും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഈ ലോകത്തെ കുറിച്ച് പറഞ്ഞ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി എത്ര ബുദ്ധിമാനാണെങ്കിലും ശരി, ആ കുട്ടി കാണുന്നില്ല. പക്ഷെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം മുതൽ അവന്റെ മൂക്ക് തുറന്ന് അതുവരെ അവൻക്ക് തന്നിരുന്ന ഭക്ഷണത്തിന്റെ വാതിലടഞ്ഞ്, അല്ലേ? ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ ഭക്ഷണം പുക്കളുടെ ഉള്ളിൽ കൂടിയാണ്. ഖബറിൽ എങ്ങനെ ജീവിക്കാന്ന് കരുതുന്നവർ മനസ്സിലാക്കുക, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ എങ്ങനെ ജീവിക്കുക സയൻസിന് പറഞ്ഞുതരാൻ പറ്റില്ല. പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിലാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മളെങ്ങനായി. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളെന്താ ഒരു സംഭവം അല്ലായിരുന്നല്ലോ. എന്നാൽ 50 വയസ്സുള്ള ആള് 60 കൊല്ലം മുമ്പ് ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ 50 വയസ്സുള്ള ആള് 50 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവില്ലല്ലോ. ഒരു തുള്ളി ബീജത്തിൽ നിന്നാണല്ലോ ആണും പെണ്ണുമായിട്ട് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. നിങ്ങളെ മേത്തായ കഴുകി കളയുന്ന ആ ഒരു വൃത്തികെട്ട സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണും മൂക്കും ചെവിയും, ആ കണ്ണുകൊണ്ട് കാഴ്ചയും ചെവി കൊണ്ട് കേൾവിയും മൂക്കുകൊണ്ട് മണവും ഞാൻ തന്നതാണ്. കണ്ണുള്ളവർ കാണാത്തവരുണ്ട്, ഉണ്ടോ അല്ലേ? ചെവി ഉണ്ടായിട്ട് കേൾക്കാത്തവരുണ്ട്, നാവുണ്ടായിട്ട് സംസാരിക്കാത്തവരുണ്ട്. നമ്മളെ മിടുക്കൊന്നുമല്ല, ഇത് അള്ളാഹ് തന്നതാ. ആ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നല്ലൊരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള കമ്പ്യൂട്ടർ കാണുമ്പോൾ ഓ ഇത് ഭയങ്കര സംഭവം, ഒരു നല്ല മൊബൈലാണുമ്പോൾ ഇത് ഭയങ്കര സംഭവം. ഇതൊക്കെ കണ്ടുപിടിച്ചോന്റെ തലയെന്ന് പറയും. ആ കണ്ടുപിടിച്ചോന്റെ തല സൃഷ്ടിച്ച റബ്ബിന്റെ തല എത്ര വലുതാ. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ഖാലിഖിനെ കാണാതെ, ഈ ഖാലിഖിനെ മനസ്സിലാക്കാതെ, ഇങ്ങനെ ഒരു ഉടമസ്ഥനുണ്ട്, ഇങ്ങനെ ഒരു റബ്ബുണ്ട്, അവൻ ഭൂമിക്ക് കൈയും കാലും കണ്ണും തന്നൊക്കെ തന്ന് പറഞ്ഞയച്ചത് നമ്മളിഷ്ടത്തിന് ഇങ്ങനെ ജീവിക്കാൻ. എന്താ നമ്മളെ ജീവിതം? പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും പഠിക്കുക. നമ്മളെ എഡ്യൂക്കേഷന്റെ പർപ്പസ് തന്നെ ഏണിംഗ് ആണ്. ലേണിംഗ് ഫോർ ഏണിംഗ്. എന്തെങ്കിലും പഠിക്കുക. എന്താ സ്കോപ്പ്? അത് പഠിക്കുക. എന്ത് സ്കോപ്പ്? പൈസ ഉണ്ടാക്കാനുള്ള സ്കോപ്പ്. അത് പഠിച്ചു കഴിഞ്ഞാലോ ജോലി നേടുക, ജോലി നേടിയാലോ വിവാഹം കഴിക്കുക, വിവാഹം കഴിച്ചാലോ വീട് വെക്കുക, മക്കളെ കെട്ടിക്കുക, മരിച്ചു പോവുക. ഇതെല്ലാവരും ചെയ്യണില്ലേ? ഇതെല്ലാവരും ചെയ്യണില്ലേ? ഇത് മുസ്ലിമീങ്ങളോ അമുസ്ലിമീങ്ങളോ എല്ലാവരും ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ജീവിതം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് പോകുന്നോടെ തീരുകയാണ്. അവൻ തീർന്നു പോയി എന്നാ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്റെ ഗർഭപാത്രം നമ്മളുടെ ഫസ്റ്റ് വീടല്ല. ആലമുൽ അർവാഹ് എന്ന് വരികയാണ് നമ്മൾ. അള്ളാഹുമായി ഒരു കരാർ ചെയ്തിട്ടുണ്ട്, ഞാനും നിങ്ങളും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും. അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബല, ഞങ്ങളെ റബ്ബല്ലയോ? ഖാലൂ ബല, ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നത് നീ ഞങ്ങളെ റബ്ബാണ്. എന്നിട്ട് ഓരോരുത്തരെ അള്ള ഭൂമിക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിലൂടെ. അവിടെ ആരെ നമ്മളെ പരിപാലിച്ചത്? അള്ള മാത്രമാണ്. കണ്ണും മൂക്കും ചെവിയും നാക്കും ഉമ്മയും വാപ്പയൊന്നും തന്നിട്ടില്ല. ഇനി ഖബറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഖബർ അവസാനമല്ല. ഒരാളെ കത്തിച്ച് കളഞ്ഞാലും ശരി, ചാരമാക്കി കളഞ്ഞാലും ശരി, എന്ത് സംഭവിച്ചാലും ശരി, അവൻ എന്ന് പറയുന്ന ആ റൂഹ് നശിക്കുന്നില്ല. ശരീരത്തിന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. ഇത്രയും ആൾക്കാർ ഈ പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്. ഇത്രയും ആളുകൾക്ക് തീ അനുഭവപ്പെടുത്താൻ അള്ളാഹ്ക്ക് ഇവിടെ തീ കൊണ്ടൊന്നും വേണ്ട. നമ്മൾ സ്വപ്നത്തിൽ തീ കാണാറുണ്ട്, പാമ്പിനെ കാണാറുണ്ട്, ഉണ്ടോ ഇല്ലേ? യഥാർത്ഥത്തിൽ ഫിസിക്കലി പാമ്പോ തീയോ നമ്മളെ മുന്നിൽ വരാതെ തന്നെ നമ്മൾ അനുഭവിക്കും. ഇത്രയും ആളുകൾക്ക് നല്ലൊരു ശാപ്പാട് കൊടുക്കാൻ അള്ളാഹ്ക്ക്
ഇവിടെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും കിടന്ന് കണ്ട്. ഉണരുമ്പോൾ ആരെയും സ്വപ്നമായിരുന്നു, ചിലപ്പോൾ നമ്മൾ കാണാത്ത കാഴ്ചയൊക്കെ കാണും. അതുകൊണ്ട് ഖബറിൽ നമ്മൾ ശരീരത്തിന്റെ ആവശ്യമൊന്നും ഉണ്ടാക്കില്ല. ഒരു തുള്ളി ബീജത്തിൽ നിന്ന് ഒരു ചെറിയ പേനനേക്കാൾ ചെറുത നമ്മളെ ഈ കോലത്തിലാക്കിയ റബ്ബിന് തിരിച്ച് നമ്മളെ ഖബറിന്റെ ഉള്ളിലും ഇതേ അവസ്ഥകൾ തരാൻ അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. ഈമാൻ, ഇതാണ് ഈമാൻ. ഇത് കേട്ടാലേ മനസ്സിലാവുള്ളൂ, ഇത് കണ്ടാ മനസ്സിലായിട്ട് കാര്യമില്ല. ഫിറോൻ മരണത്തിന്റെ സമയത്ത് പറഞ്ഞ് ആമന്തു ബി റബ്ബിൽ ബനി ഇസ്രായേലിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നടക്കൂല. എല്ലാ മനുഷ്യനും മലക്കുകളെ കാണും. അപ്പൊ വിശ്വാസം തുറന്നിട്ട് കാര്യമില്ല. ഇപ്പൊ വിശ്വസിക്കണം. വിശ്വസിക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഒരിക്കലും കളവ് പറയാത്ത, കളവ് പറയേണ്ട ആവശ്യമില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. തങ്ങള് ഈ നുബുവത്തിന്റെ അമല് കിട്ടുമ്പോ സമ്പന്നനാ, ഖദീജ ബീവിന്റെ ഭർത്താവാ, ആ നാട്ടിലെ മാന്യനാ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണ്, അബൂ താലിബിന്റെ മകനായി അറിയപ്പെടുന്ന ആളാണ്, ഖുറൈശിയാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ഇവിടെ നാട്ടിൽ കുറെ ആൾ ദൈവങ്ങളും അവതാരങ്ങളൊക്കെ വരാറുണ്ട്. ഓലൊക്കെ മരിക്കുമ്പോൾ ഓല സമ്പത്തുകൊണ്ട് ജനങ്ങളെ ഇടങ്ങറാവല്ല, അനന്തരാവകാശികള്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോ ആ വീട്ടിൽ കത്തിക്കാൻ എണ്ണയില്ല. മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പട്ടിണിയില്ല, പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പട്ടിണിയില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു ദാവത്തിന്റെ പരിശ്രമം ഏറ്റെടുക്കേണ്ടത് ദുന്യവിയായ ഒരു ആവശ്യമില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്നും ഏറ്റെടുത്തിട്ടുമില്ല. തങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ കാര്യങ്ങൾ നമ്മളെ അറിയിച്ചത്? അള്ളാഹ് അറിയിച്ചത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കണം? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇവൻ നടക്കും, ഉറപ്പാ. ഈ ഉറപ്പാണെന്ന് നമുക്ക് ഉറപ്പില്ലാത്തത്. നമ്മൾ വാപ്പിയമ്മി നോമ്പോക്കാൻ പറഞ്ഞോണ്ട് നോമ്പൊൽക്കും, പെരുന്നാൾക്ക് നമ്മൾ ടൂർ പോയിട്ട് നിസ്കാരം ഒഴിവാക്കും. ഈമാനുള്ള ഒരാൾക്ക് പറ്റൂല. ഈമാനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വക്ത് നമസ്കാരം ഉപേക്ഷിച്ചവന്റെ ഖബറിൽ പാമ്പുണ്ട്. നമ്മൾ റോട്ടുമ്മ കൂടി പോകുമ്പോ നമ്മൾ വീട്ടിൽ ഒരു ഇടവഴിയാണെന്ന് വെച്ചോളി, ഒരു ടോർച്ചൊക്കെ നമ്മളൊക്കെ ഉണ്ടെന്ന് വെച്ചോളി, പെട്ടെന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു പാമ്പുണ്ട്. അത് സാറില്ല പറഞ്ഞോണ്ട് പോവാ. പാമ്പെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, കുറച്ച് ആലോചിച്ചിട്ട് വേണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബൈക്ക് അള്ളാഹ് ആക്കിയവനെ ലഹൂർ വരെ, ലഹൂർ കള്ളാക്കിയവനെ അസർ വരെ, അസർ കള്ളാക്കിയവനെ മഗ്രിബ് വരെ, മഗ്രിബ് കള്ളാക്കിയവനെ ഇഷ വരെ, ഇഷ കള്ളാക്കിയവനെ സുബഹി വരെ സുജാഉൽ അക്ര എന്ന പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ല. നമ്മളിങ്ങനെ നോമ്പൊക്കെ നോറ്റ് നിസ്കരിച്ച് സക്കാത്തൊക്കെ കൊടുത്ത് ഇവിടുത്തെ ജനങ്ങൾക്കും നമ്മളെ ഹെൽത്തിനും വെൽത്തിനൊക്കെ ഒരു ഗുണം ഉണ്ടാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് തന്നൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെ ആരൊക്കെ നമ്മളെ ഉള്ളിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ പേരിലുള്ളതൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മുഴുവൻ നബിമാർക്കും തന്ന ദീൻ തന്നെയാണ് നമ്മളെ ദീൻ. നബി തങ്ങൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരെ മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു വെച്ച കലിമയാണ്. മുഴുവൻ മനുഷ്യരും, മറ്റു ദൈവങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാ. ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിലേക്ക് ക്ഷണിച്ചതാ. ഈസാ നബിയെ ദൈവാക്കിയത് പിന്നീട് വന്ന ജനങ്ങളാണ്.